പ്രോബ്ലംസ് ഓൺ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഓരോ കോമ്പിനേഷന്റെയും ഇക്വേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യം സീരീസ് കോമ്പിനേഷൻ, ശ്രേണി രീതി. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ ടോട്ടൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ആർ എസ് എന്ന് കൊടുക്കുക അല്ലെ. ആർ സീരീസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇപ്പൊ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക, മൂന്നെണ്ണം ആണെങ്കിൽ മൂന്നും കൂടെ ആഡ് ചെയ്യുക. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അത്രയും റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷന്റെ സമാന്തര രീതിയുടെ ഇക്വേഷൻ നോക്കാം. അതിലെങ്ങനെ ഇക്വേഷൻ വരണേ? 1/R പാരലൽ ഈക്വൽ ടു 1/R1. എല്ലാം റെസിപ്രോക്കൽ ഫോമിലാണ് ആഡ് ചെയ്യേണ്ടത്. 1/R2 പ്ലസ് 1/R3. മൂന്നെണ്ണം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നാലെണ്ണം ആണെങ്കിൽ ഇതുപോലെ 1/R4 കൂടെ ആഡ് ചെയ്യണം. ആ രീതിയിൽ ചെയ്യാം. ഇനി രണ്ടെണ്ണം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് RP കാണാം. ആദ്യത്തെ ഇക്വേഷനിലാണെങ്കിൽ 1/RP ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിന്റെ വ്യുൽക്രമം, അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം ടോട്ടൽ വാല്യൂ എഴുതാൻ. പക്ഷെ രണ്ടെണ്ണം ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? R1 R2 ബൈ R1 പ്ലസ് R2. ഇത് നമ്മൾ കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷനിൽ പഠിച്ചതാണ്. കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിൽ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ കപ്പാസിറ്റേഴ്സിന്റെ പ്രോബ്ലം വീഡിയോയിൽ അതെങ്ങനെ ചെയ്തു, എങ്ങനെ ഈ ഇക്വേഷനിലേക്ക് എത്തി എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം യൂസിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണിത്. കോമ്പിനേഷൻ ഓഫ് n റെസിസ്റ്റേഴ്സ്, n പ്രതിരോധങ്ങളുടെ സംയോജനം. ഇതേപോലത്തെ നമ്മൾ കപ്പാസിറ്റേഴ്സിലും പ്രോബ്ലം ചെയ്തതാണ്. അതായത് ഒരേപോലുള്ള സിമിലർ ആയിട്ടുള്ള സെയിം വാല്യൂ വരുന്ന കുറേ അധികം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലായിട്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ടോട്ടൽ റിസൾട്ടന്റ് വാല്യൂ വരുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ്, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. When n equal resistors are connected in series, തുല്യ അളവുള്ള n പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ സംയോജിപ്പിക്കുമ്പോൾ, രണ്ട് എണ്ണത്തിലധികം റെസിസ്റ്റേഴ്സ് ഒരേ വാല്യൂ ഉള്ളവയാണെങ്കിൽ അവയുടെ സീരീസ് കോമ്പിനേഷന്റെ വാല്യൂ കാണാനായിട്ട് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷന്റെ വാല്യൂ കാണാനായിട്ട് നമുക്ക് എളുപ്പത്തിലുള്ള ഒരു ഇക്വേഷൻ വേറെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒന്നും കൂടെ എഴുതി നോക്കാം. ആർ സീരീസ് ഈക്വൽ ടു, നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് സീരീസിലെല്ലാം കൂടെ ആഡ് ചെയ്യല്ലേ. ആർ പ്ലസ് ആർ, രണ്ടെണ്ണാണെങ്കിൽ ആർ പ്ലസ് ആർ എന്ത് വരും? 2R വരും. മൂന്നെണ്ണാണെങ്കിൽ 3R. അപ്പൊ അതേപോലെ n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നാലെണ്ണാണെങ്കിൽ 4R. അതുപോലെ n എണ്ണമാണെങ്കിൽ എന്ത് വരും? NR എന്ന് വരും. അതായത് സീരീസിലെ ടോട്ടൽ വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, എണ്ണം കൊണ്ട് ഗുണിക്കണം. When n resistors are connected in parallel combination, തുല്യ അളവുള്ള n പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ സംയോജിപ്പിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ n റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അതിന്റെ റിസൾട്ടന്റ് വാല്യൂ എങ്ങനെ നമ്മൾ എഴുതുക? 1/R പാരലൽ ഈക്വൽ ടു 1/R. R1 R2 ഒന്നും വേണ്ട അല്ലേ, അതെല്ലാം സെയിം അല്ലേ. 1/R പ്ലസ് 1/R. ഇപ്പൊ 2 ടൈംസ് 1/R ശരിയല്ലേ. 2 into 1/R, 2/R. രണ്ടെണ്ണം ആണെങ്കിൽ. മൂന്നെണ്ണം ആണെങ്കിലോ ഇതുപോലെ ഒരെണ്ണം കൂടെ വരും. അപ്പൊ അത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 into 1/R അല്ലെ. 3 ടൈംസ് 1/R, 3/R വരും. ഇതേ രീതിയിൽ n റെസിസ്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂ വരിക? മൂന്നെണ്ണാണെങ്കിൽ 3/R അല്ലെ, നാലെണ്ണാണെങ്കിൽ 4/R. അതുപോലെ n ആണെങ്കിൽ n/R. ഇത് പക്ഷെ 1/RP അല്ലേ. ഇനി പാരലൽ റെസിസ്റ്റൻസ് അല്ലെ, പാരലൽ കോമ്പിനേഷന്റെ ടോട്ടൽ വാല്യൂ കാണാൻ ആ 1/RP തിരിച്ചിടണ്ടേ, റെസിപ്രോക്കൽ കാണണ്ടേ. അങ്ങനെയാകുമ്പോൾ n/Rന്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ. n/Rന്റെ റെസിപ്രോക്കൽ എന്താ വരിക? R/n. ഓക്കെ, R/n. R/n എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, റെസിസ്റ്റൻസിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ഇപ്പോൾ സീരീസ് വാല്യൂ കാണാൻ വേണ്ടി എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പാരലൽ വാല്യൂ കാണാൻ വേണ്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഇഫ് യു ആർ ഗിവൺ two resistors of value 8 ohm and 2 ohm, find the resultant resistance in series and parallel combinations. ഇതിന്റെ മലയാളം വേർഷൻ ഒന്ന് നോക്കാം. 8 ohm 2 ohm എന്നീ പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും സംയോജിപ്പിക്കുമ്പോൾ ഇവയുടെ ആകെ പ്രതിരോധം എത്ര? ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള ഞാൻ ഇവിടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് തന്നിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ആദ്യം സൈഡിൽ എഴുതി വെക്കാം. രണ്ടെണ്ണം അല്ലേ തന്നിരിക്കുന്നത്. R1 എത്രയായിരുന്നു? 8 ohm, R2 2 ohm അല്ലേ. ആദ്യം സീരീസ് കോമ്പിനേഷൻ്റെ ടോട്ടൽ വാല്യൂ കാണാം. ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ RS എന്ന് കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? R1 പ്ലസ് R2 ഈക്വൽ ടു 8 പ്ലസ് 2 ഈക്വൽ ടു 10 ohm. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് പാരലൽ കോമ്പിനേഷൻ്റെ ടോട്ടൽ വാല്യൂ RP എന്ന് കൊടുക്കാം അല്ലേ. നമ്മൾ പ്രോബ്ലം യൂസിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു? R1 R2 ബൈ R1 പ്ലസ് R2 എന്താ വരിക? 8 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 2 ഈക്വൽ ടു 8 ഇൻറ്റു 2 16 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 2 എത്രയാണ്? 10. 16 ബൈ 10 എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10 ഒരു 0 അല്ലേ. അപ്പോൾ പോയിന്റ് ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ 16 എന്നുള്ളത് എന്താവും? 1.6 ആവും. 1.6 ohm. ഇനി രണ്ടാമത്തെ പ്രോബ്ലം. യു ആർ ഗിവൺ 10 റെസിസ്റ്റേഴ്സ് ഓഫ് വാല്യൂ 1.5 ohm ഈച്ച്. ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ദ കോമ്പിനേഷൻസ്. 1.5 ഓം വീതമുള്ള 10 പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവയെ രണ്ട് സംയോജന രീതികളിലും കണക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആകെ പ്രതിരോധം എത്ര? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിച്ചോളൂ. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയായിരുന്നു? റെസിസ്റ്റൻസിന്റെ വാല്യൂ അല്ലേ, എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 1.5 ഓം ആണ്. എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എത്രയാണ്? എന്നിന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. ആദ്യമായിട്ട് നമുക്ക് സീരീസ് കോമ്പിനേഷന്റെ വാല്യൂ തന്നെ നോക്കാം. RS ഈക്വൽ ടു റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷന്റെ വാല്യൂ, അതായത് ഒരേപോലത്തെ ഈക്വൽ വാല്യൂ ഉള്ള കുറേ അധികം റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു കാണുന്നത്? ഇൻറ്റു N അല്ലേ. N ഇൻറ്റു R ശരിയല്ലേ. R വാല്യൂവിനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, Rനെ N കൊണ്ട് ഗുണിക്കുക. എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ എത്രയാണ്? 10. Rന്റെ വാല്യൂ എത്രയാണ്? 1.5. 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 0 അല്ലേ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് വലത്തോട്ട് ഒരു സ്ഥാനം നീക്കണം. അപ്പോൾ 1.5 എന്താവും? 15 ആവും. 15 ohm. ഇനി രണ്ടാമതായിട്ട് പാരലൽ കോമ്പിനേഷന്റെ ടോട്ടൽ വാല്യൂ RP എന്ത് ചെയ്യണം? R ബൈ N, N കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എണ്ണം കൊണ്ട് ഹരിക്കണം. ഈക്വൽ ടു Rന്റെ വാല്യൂ 1.5, Nന്റെ വാല്യൂ 10. 1.5 ബൈ 10 കണ്ടോ, ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം 10ൽ ഒരു 0 ഡിവൈഡ് ചെയ്യുമ്പം ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് നീങ്ങണം, പോയിന്റ് അല്ലേ, ഇടത്തോട്ട് നീക്കണം. അപ്പോൾ 1.5 എന്നുള്ള എന്താവും? 0.15 ohm. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇതൊരു സർക്യൂട്ട് വെച്ചിട്ടുള്ള ഒരു ഫിഗർ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. എ ബി എന്നീ പോയിന്റുകൾക്കിടയിലുള്ള ആകെ പ്രതിരോധം കണ്ടുപിടിക്കുക. ഈ സർക്യൂട്ട്, ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് ഒബ്സർവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത്, ആദ്യം കോമ്പിനേഷൻ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതാണ്. ഇതിൽ നമുക്ക് 2 ലൂപ്പുകൾ കാണാം അല്ലേ, ക്ലോസ്ഡ് സർക്യൂട്ടുകൾ. ഏതൊക്കെയാണ്? 4 ohm 4 ohm ഒരു ലൂപ്പ്, 2 ohm 8 ohm ഒരു ലൂപ്പ്. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 4 ohm 4 ohm കണ്ടോ. എയിൽ നിന്ന് വരുന്ന പോയിന്റ് 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ബ്രാഞ്ചുകളിലാണ് 4 ohm 4 ohm നിൽക്കുന്നത്. അതായത് അവ രണ്ടും എന്താണ്? പാരലലാണ്. ഓർത്ത് വെക്കണേ. രണ്ടാമത്തെ ലൂപ്പ് 2 ohm 8 ohm ചേർന്ന ലൂപ്പാണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 ohm വരുന്നുണ്ട്, അതിപ്പോൾ ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് നോക്കുക, അതും
ഒരു പാരലൽ ബ്രാഞ്ച് ആണ് അല്ലെ, പാരലൽ സർക്യൂട്ട് ആണ്, പാരലൽ കോമ്പിനേഷൻ ആണ്. എന്തുകൊണ്ടാ? ആ 2 ohms 8 ohms കൂടെ ഒരു ജംഗ്ഷനിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ ഒറ്റ വയറായിട്ടാണ് ബിയിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ലൂപ്പ് 4 ohm 4 ohmന്റെ പാരലൽ കോമ്പിനേഷൻ കാണുക, രണ്ടാമത് 2 ohm 8 ohmന്റെ പാരലൽ കോമ്പിനേഷൻ കാണുക. ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വെക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഏതാ എടുക്കുന്നത്? 4 ohm 4 ohm. ഇത് രണ്ടും എങ്ങനെയാണ്? പാരലൽ. അപ്പൊ അതിന്റെ ടോട്ടൽ വാല്യൂ കാണാം. ആർ പാരലൽ ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇത് രണ്ട് സെയിം റെസിസ്റ്റൻസ് അല്ലേ, സെയിം വാല്യൂ അല്ലേ രണ്ടിനും. അപ്പൊ പാരലൽ കോമ്പിനേഷന്റെ കാണാൻ എന്താ ചെയ്യുക? ആർ ബൈ എൻ, ശരിയല്ലേ? റെസിസ്റ്റൻസ് വാല്യൂവിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ആറിന്റെ വാല്യൂ 4 ആണ്, എൻ നമ്പർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ 4/2 എന്ത് കിട്ടും? 2 ohm. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത ലൂപ്പ് എടുക്കുക, അത് 2 ohms 8 ohms ആണ് അല്ലേ, 2 ohm 8 ohm. അത് രണ്ടും എങ്ങനെ? പാരലൽ. അപ്പൊ അതിന്റെ വാല്യൂ കാണാം, ആർ പാരലൽ ഈക്വൽ ടു, അതെങ്ങനെയാ കാണണ്ടേ? അതിങ്ങനെ കാണാൻ പറ്റില്ല, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? R1 R2 ബൈ R1 പ്ലസ് R2 എന്ത് വരും? ഇത് നേരത്തെ നമ്മൾ ചെയ്ത സെയിം വാല്യൂ തന്നെയാ അല്ലേ, 2 into 8/2 plus 8 is equal to 16/8 plus 2 എത്രയാണ്? 10. എത്ര വരും? 1.6 ohm. അപ്പോൾ രണ്ട് ലൂപ്പിന്റെയും പാരലൽ കോമ്പിനേഷന്റെ വാല്യൂ കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ചേർത്തുകൊണ്ട് ഒരു ഇക്വിവാലന്റ് സർക്യൂട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യത്തെ ലൂപ്പിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? ആദ്യത്തെ ലൂപ്പിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ? 2 ohm അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാത്ത ഇടയിൽ ഒരു റെസിസ്റ്റൻസ് നേരത്തെ കിടക്കുന്നുണ്ട്, എത്രയാണ്? 10 ohm ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്ത ലൂപ്പിൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1.6 ohm. ഇവിടെ എ, ഇവിടെ ബി. കണ്ടോ, നമ്മുടെ സർക്യൂട്ട് ഇപ്പം ഇങ്ങനെയായി. നേരത്തെ ലൂപ്പൊക്കെ മാറി നമ്മൾ അതിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നോക്കൂ, ഈ 3 റെസിസ്റ്റേഴ്സും ഒരു വയറിലല്ലേ ഇരിക്കുന്നത്, ഒരു വരിയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിന്റെ ടോട്ടൽ കാണുമ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ ആയിട്ടല്ലേ ഈ 3 എണ്ണം വരുന്നത്. ഇനി ഈ 3 എണ്ണത്തിന്റെ സീരീസ് വാല്യൂ കണ്ടാൽ മതി. സോ സീരീസ് കോമ്പിനേഷന്റെ ടോട്ടൽ വാല്യൂ ആർ സീരീസ്, ഇപ്പൊ 3 എണ്ണം വന്നു അല്ലേ. ഇപ്പൊ എന്ത് കൊടുക്കണം? R1 പ്ലസ് R2 പ്ലസ് R3. ഏതൊക്കെയാണ്? 2 പ്ലസ് നടുവിലത്തെ 10 പ്ലസ് മൂന്നാമത്തെ 1.6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടുക? 2 പ്ലസ് 10 12 പ്ലസ് 1.6 13.6 ohm എന്നാണ് നമ്മുടെ ആൻസർ വരിക.